ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹസ്നാസ് ഷെന്നഹut. ഇന്ന് ഞാൻ ഹെന്ന ഡിസൈനായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു സൗണ്ട് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുമ്പ് ജസ്റ്റ് ഹെന്ന ഡിസൈൻസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ക്രാഫ്റ്റ് വർക്കും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ചൂലല്ലേ. നമ്മൾ കുറേ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ചൂല് കളയും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഗ്രീൻ ആക്രിലിക് പെയിൻ്റാണ്. ലൈറ്റ് ഗ്രീൻ കളറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫാബർ കാസലിൻ്റെ ആക്രിലിക് പെയിൻ്റാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്ലാക്ക് പെയിൻ്റാണ്. ഒരു ബ്ലാക്ക് ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുത്തുമാലൻ്റെ ബീഡ്സാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്രീം കളറാണ്. റെഡ് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ കുറേ ടൈം കൺസ്യൂമിങ് ആണ് ആ പ്രോസസ്സ്. അതുകൊണ്ട് വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് മൊത്തമായിട്ട് നമുക്ക് കളറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലിപ്പോൾ വലിയ ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ ബ്രഷ് കൊണ്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. ഞാനിവിടെ താഴെ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ട്, എന്നാൽ വർക്ക് ബെഞ്ചിലേക്ക് പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ നല്ലതാണ്. ഇതുപോലെ നമുക്ക് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഏരിയയും കവർ ആവണം, പക്ഷേ കുറച്ചൊന്നും ഒഴിഞ്ഞു പോലൊന്നും പ്രശ്നമില്ല. കാരണം എന്നാലേ നമുക്കൊരു ഒരു നാച്ചുറൽ ടച്ച് കിട്ടുള്ളൂ. സോ എല്ലാ ഏരിയയും കവർ ആവുന്ന വിധത്തിൽ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. ഭംഗിയായിട്ട് നമ്മൾ ചൂലിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറ്, ജസ്റ്റ് സ്പോട്ട് മാത്രം വേണം. ഒരു ബ്ലാക്ക് ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് സ്പോട്ട് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 1-1.5 hour നമുക്കിതൊരു ഡ്രൈ ആവാൻ വെക്കാം. അപ്പോഴേക്കിത് നല്ല ഡ്രൈ ആയി കിട്ടും. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. സോ ഓരോ ബീഡ്സായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോന്നിലേക്ക് കോർത്ത് കൊടുക്കാം. അതുപോലെ ഓരോ ബീഡായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ ഇതിലേക്ക് നമുക്ക് കോർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഒരു പോട്ടിലൊക്കെ ആക്കി ഷോക്കേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇൻഷാല്ലാ ഒരു അടിപൊളി ക്രാഫ്റ്റും മെഹന്തി ഡിസൈനും ഒക്കെ ആയി ഞാൻ വരുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.